ഹലോ ഡോക്ടർ. എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഓർക്കാൻ കഴിയുന്നില്ല. എനിക്ക് താങ്കളെ മറക്കാൻ കഴിയില്ല. 15 വർഷം മുമ്പ് സാറിൻ്റെ വീട്ടിൽ വന്നിരുന്നു, അച്ഛൻ്റെ ശവദാഹത്തിന്. അച്ഛൻ? ശങ്കരനാരായണൻ IAS, സാറിന് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അടുത്ത മുഖ്യമന്ത്രി പദം അതൊരു സ്വപ്നം മാത്രമല്ല, ഭ്രമമായിരുന്നു. ഭ്രാന്തമായ ഒരു ഭ്രമം. ഇമേജ് ബിൽഡപ്പിന്റെ ഭാഗമായി നാടുനീളെ പ്രയോജനരഹിതമായ വികസന പ്രവർത്തനങ്ങളുമായി ഓടി നടന്നിരുന്ന കാലം. സ്ത്രീകളുമായുള്ള ചങ്ങാത്തം അവസാനിപ്പിക്കണമെന്ന് ശങ്കരനാരായണൻ ഉപദേശിക്കുമായിരുന്നു. അനുസരിച്ചില്ല. അദ്ദേഹം എങ്ങനെ? സത്യസന്ധൻ, എഫിഷ്യന്റ്. സ്നേഹവും അടുപ്പവും ഒക്കെ പൊളിറ്റീഷ്യൻസിന്റെ നടിപ്പുകളാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പാവം ബ്യൂറോക്രാറ്റ്. വ്യക്തി ജീവിതത്തിൽ അങ്ങേയറ്റം ശുദ്ധത കാത്തു സൂക്ഷിച്ചവൻ. എന്നിട്ടും ഞാൻ അയാളെ കൊന്നു, എന്റെ അഴിമതികൾ മറച്ചുവെക്കാൻ. രഹസ്യങ്ങൾ അറിയാവുന്ന മറ്റൊരാൾ ഭാവിയിൽ ആപത്താകുമെന്ന് ഞാൻ കരുതി. പാപത്തിന് ശിക്ഷയില്ലേ ഫാദർ? ശങ്കരനാരായണൻ ഒരു പിഞ്ചു കുഞ്ഞിന്റെ അച്ഛനാണെന്ന് അന്ന് ഞാൻ ഓർത്തില്ല. ആ കുഞ്ഞു വളർന്നു. എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനുമുള്ള ശക്തിയോടെ ഇന്ന് അവൻ എൻ്റെ മരണക്കിടയ്ക്ക് അടുത്തു വന്നു. സ്വയം പരിചയപ്പെടുത്തി. അതിലൊരു ഭീഷണി ഉണ്ടായിരുന്നു. നീതി നടത്തുന്ന ദൈവത്തിന്റെ ഭീഷണി. അനാഥയായി അലയുന്ന എൻ്റെ മകളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ദൈവ തിരുമുമ്പിൽ ആത്മാർത്ഥമായ പശ്ചാത്താപം ഏത് തെറ്റിനും മതിയായ പരിഹാരമാണെന്ന് വിശ്വസിക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ കുമ്പസരിക്കുന്നത്. പാപത്തിന്റെ ഓഹരി ഞാൻ പകർന്നു നൽകിയവരുണ്ട്. അവരെ എല്ലാം രക്ഷിക്കണം. അവരോടും ദൈവം പൊറുക്കണം. ഡോക്ടർ, ഇവിടെ വരെ വന്നപ്പോ ഒന്ന് കണ്ടേച്ച് പോവാന്ന് കരുതി. ഞാൻ വന്ന കാര്യം ഞാൻ അറിഞ്ഞു. ഇരിക്കൂ. ശല്യപ്പെടുത്തുന്നില്ല, പോട്ടെ. ഇരിക്കൂ ഫാദർ. ഓ, എന്തു പറയുന്നു ഐസക്? ഫൈൻ. അയാൾക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപമുണ്ട്. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തിക്കൂടാ. പാടില്ലെന്നാണ് ചട്ടം. ഐസക് ജോണിന്റെ രഹസ്യങ്ങളെല്ലാം കോടതിയിൽ പരസ്യവിചാരണ ചെയ്യപ്പെട്ടതാണ്. വിചാരണ ചെയ്യപ്പെടാത്തതും ചിലതുണ്ട്. അപ്പോ കാണാം. വരട്ടെ. മാപ്പ് ചോദിക്കാൻ വന്നതാണ്. ഞങ്ങൾ അവക്ക് മാപ്പ് കൊടുത്തു. ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ അപ്പയോട് ക്ഷമിക്കണം. ഇങ്ങനെ അപേക്ഷിക്കാനേ എനിക്ക് കഴിയൂ. അപ്പോഴത്തെ ഒരു ആവേശത്തിന് പാടില്ലായിരുന്നു. അതൊരു ഡോക്ടർ രോഗിയായി വരുന്ന ശത്രുവിനെ പോലും മിത്രമായി കാണണമെന്നാ ഞങ്ങളെ പഠിപ്പിച്ചത്. ഞാനത് തെറ്റിച്ചു. സോറി. എന്നെ കാണാനെത്തുമ്പോ അപ്പ ഒത്തിരി കരയായിരുന്നു. ആ കുറ്റബോധം അപ്പ ആകെ തളർത്തി. അന്ന് അപ്പയുടെ കണ്ണിൽ നിന്ന് വീണ കണ്ണീര് തന്നെ ചെയ്ത തെറ്റിനുള്ള പശ്ചാത്താപമായിരുന്നു. പിന്നെ എന്റെ അപ്പ ചിരിച്ച് ഞാൻ കണ്ടിട്ടേയില്ല. ഇപ്പൊ എന്റെ മനസ്സ് ശൂന്യമാണ്. ആരോടും ഒരു പകയില്ല. അത് മതി. ഇത് കേൾക്കുമ്പോ എന്റെ അപ്പ എന്തുമാത്രം സന്തോഷിക്കുന്ന എനിക്കറിയോ. ഈ ആയുസ് മുഴുവൻ ഓർത്ത് സന്തോഷപ്പെടാൻ അപ്പയ്ക്ക് ഇത് മതി. ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേ? ഹേയ്, വിഷമിക്കരുത്.
കൊള്ളാം. അപ്പയോട് പറയണം, കൊല്ലം. ഇവൻ ശങ്കരനാരായണന്റെ മകൻ ഐസക് ജോണിനെ കൊല്ലും. പട്ടേരി പിടിച്ചു നിർത്തി കൊടുക്കും. വത്സല ശിഷ്യനല്ലേ? ഭായിയോർ ബഹനോ, ഞങ്ങളെ തിരുവിതാംകൂറുകാരാ. ഞങ്ങൾക്ക് ആകെ ഒരു നസ്രാണി നേതാവ് ഉണ്ടായിരുന്നുള്ളൂ, ഐസക് ജോൺ. ഇത്താക്കച്ചായ ഒരു അഴിമതി കേസിൽ അയാൾ പ്രൈവറ്റ് സെക്രട്ടറിയെ തട്ടി ഫ്രൈ ചെയ്യും. ഇത് ഫ്രൈയുടെ മോൻ, വറുത്ത കൊക്കിന്റെ മോൾ. നല്ല കോമ്പിനേഷൻ അല്ലേ? വേണ്ട മോളെ, വേണ്ട മോളെ, വേണ്ട. ഇവൻ കൊല്ലും, കൊല്ലും. എന്തുവാടാ നോക്കുന്നത്? പോടാ, പോടാ. പോടാ, പോ, പോടാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സാറെന്താ ഈ നേരത്തെ? കാര്യമുണ്ട്. ഐസക് ജോണിന്റെ ആൻജിയോപ്ലാസ്റ്റി റിപ്പോർട്ട്സ് അത്ര സുഖകരമല്ല. സർജറി ഞാൻ ഒരു ദിവസം ഏർലിയർ ആക്കാൻ പോവുകയാണ്, അതായത് നാളെ. താൻ സഹകരിക്കണമെന്നില്ല. എന്താ സാർ? ഭയപ്പെടണം. മനുഷ്യരെ നമ്മൾ ഭയപ്പെടണം. സർജറിയുടെ വിജയസാധ്യത 0 ആണ്. ജസ്റ്റ് അബവ് അബ്സല്യൂട്ട് 0. ബോണിയുടെ റിയാക്ഷൻ നീ ഒന്ന് കണ്ടതല്ലേ? ഇനി ഐസക് ഒരു പക്ഷേ ഓപ്പറേഷൻ ടേബിളിൽ മരിച്ചാൽ നീ സംശയിക്കപ്പെടാം. സ്വാഭാവിക മരണമാണെന്ന് ആരും അംഗീകരിക്കില്ല. ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ വിശ്വസനീയത തകരും, നിന്റെ ഭാവിയും. നാളെ താൻ ലീവില്ല. സോ യു ടേക്ക് റെസ്റ്റ്. ഇത് ഒരിക്കലും ഒരു ശിക്ഷാ നടപടിയല്ല. ഞാനത് വിശ്വസിക്കുന്നില്ല സാർ. ഐസക് ജോണിനോട് എനിക്ക് പകയുണ്ടായിരുന്നു, ഇപ്പോഴില്ല. മുത്തശ്ശന് കൊടുത്ത വാക്കാണ്. സാറിന് ഞാൻ വാക്ക് തരുന്നു. ഓക്കെ, ഗുഡ്. ഐസക് ജോണിനെ നമുക്ക് തിരിച്ചു കിട്ടിയാൽ പോസ്റ്റ് ഓഫ് കെയർ തൻ്റെ വക. ക്ഷമിക്കലും ക്ഷമ ചോദിക്കലും ഒക്കെ അപ്പോഴും ആവാലോ. വരും. എന്തിനാ വിഷമിക്കുന്നത്? He is all right. Your papa is okay.